നമസ്കാരം. 9ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമെറ്ററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ യൂണിറ്റ് 5ലേക്ക് കടക്കുകയാണ്, മീഡിയ മാറ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഒട്ടും വൈകണ്ട, അത് നോക്കൂ മക്കളെ. ആദ്യം തന്നെ പേജ് നമ്പർ 155 കണ്ടല്ലോ. മീഡിയ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. താഴെ നോക്കൂ, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ലെസൺസ് ആണ്. ടോയ്സ് ടു ടീൻസ്, ദ ഇങ്ക് ആൻഡ് ദ മെലഡി, ലെറ്റ് ഇറ്റ് ഗോ. ഇത് മൂന്നുമാണ് ചാപ്റ്റേഴ്സ്. ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ടോയ്സ് ടു ടീൻസ് എന്നുള്ളതാണ്. അതിനു മുമ്പ് പേജ് നമ്പർ 156 എന്താ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? ലെറ്റ് us ലോഗിൻ. നമുക്ക് തുടങ്ങണം അല്ലേ? അപ്പോൾ ആദ്യം ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ് വേണ്ടത്? റീഡ് ദ ടാഗ് ലൈൻസ് ഗീവൻ ബിലോ. താഴെ നോക്കി കുറച്ച് ഹെഡിങ്സ് പോലെ എന്തോ ഒരു പ്രൊഡക്റ്റിൻ്റെ ടാഗ് ലൈൻ ആയിരിക്കാം തന്നിട്ടുണ്ട്. നോക്കൂ എന്താണ്? അൺലോക്ക് യുവർ റേഡിയൻസ്, എ യൂത്ത്ഫുൾ ഗ്ലോ ഇൻ ജസ്റ്റ് 2 weeks. അടുത്ത റീവൈറ്റലൈസ് യുവർ ഹെയർ, റീഡിസ്കവർ ദ ഷീൻ യു ലവ്ഡ്. അടുത്തത് എൻഹാൻസ് യുവർ സ്ട്രെങ്ത്, അച്ചീവ് ഫിറ്റ്നസ് ഗോൾസ് ഇൻ നോ ടൈം. അത് കഴിഞ്ഞ് മാസ്റ്റർ ഇംഗ്ലീഷ് ഫാസ്റ്റർ, സൈലൻസ് ടു എലക്വൻസ് ഇൻ ജസ്റ്റ് 2 days. എന്താണ് ഈ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഉണ്ട് താഴെ നോക്കൂ. വാട്ട് ഡു ദീസ് ടാഗ് ലൈൻസ് പ്രൊമോട്ട്? എന്താണ് ഈ ടാഗ് ലൈൻസ് എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? നമുക്കത് കണ്ടപ്പോൾ തന്നെ കുറച്ചൊക്കെ മനസ്സിലായി അല്ലേ? ബ്യൂട്ടി, ഹെയർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ആയിട്ടുള്ള എന്തൊക്കെയോ ഹെഡിങ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അത്രയും മതി. ദീസ് ടാഗ് ലൈൻസ് പ്രൊമോട്ട് പ്രോഡക്ട്സ് ഓർ സർവീസസ് പ്രോമിസിങ് റാപ്പിഡ് ഇംപ്രൂവ്മെൻറ്റ്. എന്തിൽ ഉള്ള റാപ്പിഡ് ഇംപ്രൂവ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഈ ഹെഡ്ലൈൻസിലുള്ളത്? സ്കിൻ കെയർ ഉണ്ട്, ഹെയർ കെയർ ഉണ്ട്, ഫിറ്റ്നസ് ഉണ്ട്, ലാംഗ്വേജ് ലേണിംഗ് ഉണ്ട്. ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ടാഗ് ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. അടുത്തത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദീസ് ലൈൻസ്? ഈ ലൈൻസിൻ്റെ പർപ്പസ് എന്താണ്? ദി പർപ്പസ് ഓഫ് ദീസ് ലൈൻസ് ഈസ് ടു അട്രാക്ട് അറ്റൻഷൻ, ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് പെർസ്വേഡ് ഇൻഡിവിജ്വൽസ് ടു കൺസിഡർ പർച്ചേസിംഗ് ദ റെസ്പെക്റ്റീവ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ബൈ ഹൈലൈറ്റിംഗ് ക്വിക്ക് റിസൾട്ട്സ്. എന്താ സംഭവം? ഇതൊക്കെ എന്താണ്? നമ്മുടെ ഒരു അറ്റൻഷൻ കാണുമ്പോൾ തന്നെ ദാ പിടിച്ച റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചാടിക്കറി യൂസ് ചെയ്യത്തില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ ഇത്ര നിങ്ങൾ എന്ത് ചിന്തിച്ചിരിക്കുകയാണ്, ഒട്ടും വൈകണ്ട ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവില്ലേ? അങ്ങനെ നമ്മുടെ അറ്റൻഷൻ പിടിച്ച് പറ്റുന്ന വാക്കുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അവരെ പിറവിന് പോകണം അല്ലേ? ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള, അതായത് ക്വിക്ക് റിസൾട്ട് കിട്ടും എന്ന് നമ്മളെ അങ്ങ് വിശ്വസിപ്പിച്ച് നമ്മൾ അതിൻ്റെ പിറവേ ചെല്ലും എന്നുള്ള രീതിയിലുള്ള ഹെഡ്ലൈൻസ് ആണ് ഇവർ നൽകുന്നത്. ഹൂ ഈസ് ദ ടാർഗറ്റ് ഓഡിയൻസ്? ആരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്? ആരെയാണ്? ദ ടാർഗറ്റ് ഓഡിയൻസ് ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റഡ് ഇൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഹെൽത്ത് വരാം, ബ്യൂട്ടി വരാം അല്ലേ? പിന്നെന്താണ്? നമ്മുടെ ക്യാരക്ടർ വരാം, ഇതെല്ലാം വരാം. ബ്യൂട്ടി, ഹെൽത്ത്, ഫിറ്റ്നസ് ഓർ ലാംഗ്വേജ് ലേണിംഗ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഡു യു തിങ്ക് ദീസ് ടാഗ് ലൈൻസ് ആർ കൺവിൻസിങ്? വൈ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കൺവിൻസിങ് ആണെന്ന്? ടാഗ് ലൈൻസ് നമുക്കിവിടെ എസ്സും പറയാം, നോയും പറയാം. കാര്യം എന്താണ്? ഇത് കൺവിൻസിങ് ആയതുകൊണ്ടല്ലേ ആൾക്കാർ ഇതിൻ്റെ പിറകെ പോകുന്നത്. അപ്പം നമുക്ക് എസ് പറയാം. അല്ലാതെ നമ്മൾ ശരിക്കും ഇതിനെ പറ്റിയിട്ട് അറിയാവുന്ന ആൾക്കാർ ചിന്തിക്കുമ്പോൾ അവരെ അത് കൺവിൻസ് ചെയ്യിക്കുന്നുണ്ടോ? എന്താ കൺവിൻസ് ചെയ്യുക? നമ്മളെ ഒരു സംഭവം കാണിച്ച് നമ്മളെ വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളതിൽ ട്രസ്റ്റ് ചെയ്ത് നമ്മളത് കൊള്ളാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് രണ്ടും പറയാം, യെസും പറയാം, നോയും പറയാം അല്ലേ? അപ്പോൾ യെസ്, വൈൽ റീഡിങ് ദിസ് വൺ ക്യാൻ ഈസിലി ബി അട്രാക്റ്റഡ് അല്ലേ? നമ്മൾ ഉറപ്പായിട്ട് അതിൽ അട്രാക്റ്റ് ആവും. ദ വേർഡ്സ് യൂസ്ഡ് ആർ ജസ്റ്റ് കൺവിൻസിങ്. ആ വേർഡ്സൊക്കെ കൺവിൻസിങ് ആണ്. നോയും പറയാം, ബിക്കോസ് ദേ ആർ ഓൾമോസ്റ്റ് അൺഅറ്റൈനബിൾ. നമുക്ക് എത്താൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ? ഇനി നോക്കൂ പേജ് നമ്പർ 157. ലെറ്റ് us read and reflect. ദാ ആരംഭിച്ചിരിക്കുന്നു. We live in a world of smart gadgets and aggressive marketing where our decisions are often driven by desires and impulses rather than values and real needs. അല്ലേ? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ലോകം നിറയെ പുത്തൻ ഉപകരണങ്ങളും ഒക്കെ ഗാഡ്ജറ്റ്സ് ഒക്കെ നിറഞ്ഞൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. അതിനെയൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും ആളുകളുണ്ട്
അല്ലേ? അതൊക്കെ കാണാൻ നമ്മളെ പോലുള്ളവരും നമ്മൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് നമ്മൾക്ക് വേണോ എന്നുള്ളതല്ല നമ്മുടെ ചിന്ത. നമ്മുടെ ചിന്ത എന്താണ്? കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളൊന്ന് വാങ്ങിക്കും. ശരിക്കും നമുക്കത് റിയൽ നീഡുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. കണ്ട് എല്ലാവരും മേടിക്കും. എൻ്റെ കൂട്ടുകാരൻ മേടിച്ചു, എൻ്റെ അപ്പുറത്തെ ചേച്ചി മേടിച്ചു, ചേട്ടൻ മേടിച്ചു, പൊടി കൊച്ചു വരെ മേടിച്ചു, ഞാൻ മേടിക്കും. നമ്മൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് അല്ല. അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണു പോകും. ഡു യു എഗ്രി അല്ലേ? ഉറപ്പാണ്, എഗ്രി ചെയ്യണം. Now let us read an article on the influence of the advertising media which lured us to become consumers of products we do not really need. അപ്പോൾ നമ്മൾക്ക് ശരിക്കും ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സ് നമ്മളെ കൊണ്ട് മനം മയക്കി ഭ്രമിപ്പിച്ച് നമ്മളെ കൊണ്ട് വേടിപ്പിക്കുന്ന ഒരു അഡ്വർടൈസിങ് മീഡിയ, അതിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ടോയ്സ് ടു ടീൻസ് എഴുതിയിരിക്കുന്നത് 3 പേര് ചേർന്നാണ്. വിക്ടർ സി സ്റ്റാസ്ബർഗർ, ബാർബറ ജെ വിൽസൺ, ആമി ബി ജോർദൻ. അപ്പം അവരെ പറ്റി ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അബൌട്ട് ദി ഓതേഴ്സ് നോക്കും മക്കളെ. 3 പേരുണ്ട് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് നമുക്ക് അവരെ പറ്റി എന്താണ് അവർ എന്നുള്ളതൊന്ന് നോക്കണം. 1-2 വർക്കുകളും കൂടെ നോക്കാം. ഇപ്പോൾ വിക്ടർ സി സ്റ്റാസ്ബർഗർ എന്ന് പറയുന്ന വ്യക്തി അമേരിക്കൻ പീഡിയാട്രീഷ്യനാണ്, ഓതറാണ്, അക്കാഡമിക്കാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും 2 വർക്കുകൾ നമുക്ക് പഠിക്കണം. എന്തൊക്കെയാണ്? ഹീ ഈസ് ദ ഓതർ ഓഫ് അഡോളസൻസ് ആൻഡ് ദ മീഡിയ, മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇമ്പാക്ട്, അഡോളസൻറ്റ് മെഡിസിൻ, എ പ്രാക്ടിക്കൽ ഗൈഡ്, ചിൽഡ്രൻ, അഡോളസൻസ് ആൻഡ് ദ മീഡിയ ആൻഡ് ദ ഡെത്ത് ഓഫ് ചൈൽഡ്ഹുഡ്. ഇത്രയും ബോക്സ് എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുമുണ്ട്. നമ്മൾക്ക് തൽക്കാലം ഇത്രയും പഠിച്ചേ പറ്റൂ. ഇനിയുള്ളത് ബാർബറ ജെ വിൽസൺ. ആരാണ് മാഡം? അമേരിക്കൻ അക്കാഡമിക്കാണ് അല്ലേ? ഹൂ ഹാസ് സെർവ്ഡ് ആസ് ദ 22nd president of the University of Iowa since 15th July 2021. She was previously the provost of the University of Illinois. അപ്പോൾ മാഡത്തിനെ പറ്റിയും തന്നിട്ടുണ്ട്. എന്താണ്? അമേരിക്കൻ അക്കാഡമിക്കാണ്, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ലോയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നെ എന്താണ്? യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്സിൻ്റെ എന്തുമായിരുന്നു? ചാൻസലറും ആയിരുന്നു. ഇനി ആമി ബി ജോർദൻ ഈസ് എ പ്രൊഫസർ ആൻഡ് ചെയർ ഓഫ് ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസ് അറ്റ് റട്ഗസ് യൂണിവേഴ്സിറ്റി. റട്ഗസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ചെയർ ഓഫ് ജേർണലിസവും ഒക്കെ ആയിരുന്നു. ആര്? ആമി ബി ജോർദൻ. വലിയ വർക്കുകളൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഹർ റിസർച്ച് ആൻഡ് ടീച്ചിങ് ഫോക്കസസ് ഓൺ. അപ്പോൾ മാഡത്തിൻ്റെ റിസർച്ചും അതുപോലെ തന്നെ ടീച്ചിങ്ങും ആരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്? റോൾ ഓഫ് മീഡിയ ഇൻ ദ ലൈഫ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ദെയർ ഫാമിലീസ്. കണ്ടോ? ഇവരെല്ലാവരും എന്ത് തന്നെയാണ് നോക്കുന്നത്? കുട്ടികളെ മീഡിയ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ എല്ലാം മേഖലകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേരുടെയും കോൺട്രിബ്യൂഷൻസ് ഈ ഒരു ആർട്ടിക്കിളിൽ വരുന്നത് അല്ലേ? നോക്കൂ വീണ്ടും പേജ് നമ്പർ 157. 8-year-old Grace came home from 3rd grade one day and announced to her mother, "I need a Monster High doll for Halloween. The one I like is named Dracula." എന്താണ് ഈ ആദ്യം തന്നെ ഹലോവീൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. കുട്ടികൾ കേൾക്കാത്ത സംഭവമേ അല്ല. ഡ്രാക്കുലോറയും ഹലോവീനും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ഹലോവീൻ എന്ന് പറയുന്നത് നവംബർ 1 തലേ ദിവസം, അതായത് ഒക്ടോബർ 31 അന്ന് രാത്രിയിൽ ഈ പരേതാത്മാക്കളൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം എന്നാണ് അത് ആ രാത്രിയെ പറയുന്നത്. അന്ന് എന്താണ് പ്രത്യേകത? എല്ലാവരും റോഡിലൊക്കെ ഈ പേടിപ്പെടുത്തുന്ന വേഷങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ ഇറങ്ങും. ആ ഒരു ഡേ ആണ്. ആ ഹലോവീൻ ചിത്രങ്ങളും അതിൻ്റെ ഓരോ കോസ്റ്റ്യൂംസൊക്കെ നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഈ 8-year-old ആയിട്ടുള്ള ഗ്രേസ് എന്താണ്? അവൾ എത്രയിലാണ്? 3ാം സ്റ്റാൻഡേർഡിലാണ് അല്ലേ? ഒരു ദിവസം വീട്ടിൽ വന്ന് അമ്മയോട് എന്ത് പറഞ്ഞു? എനിക്ക് എന്ത് വേണം? ഒരു മോൺസ്റ്റർ ഹൈ ഡോൾ വേണം. എന്തിനാണ്? ഹലോവീന് വേണ്ടിയിട്ടാണ്. ദ വൺ ഐ ലൈക്ക് ഈസ് നെയിംഡ് ഡ്രാക്കുലാറ. അപ്പോൾ എനിക്കൊരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓൾറെഡി ഞാനൊരെണ്ണം ഇഷ്ടപ്പെട്ട് വെച്ചിട്ടുണ്ട്. അത് തന്നെ മതി. അതിൻ്റെ പേരാണ് ഡ്രാക്കുലാറ എന്ന്. Her mother was a bit surprised given that Grace had not expressed any interest in such a doll before. അമ്മ അത്ഭുതപ്പെട്ടു. ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരെ ഇങ്ങനൊരു ഡോൾ വേണം എന്ന് പറഞ്ഞ് ഈ കുട്ടി എന്ത് ചെയ്തിട്ടില്ല? ഇങ്ങനൊരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. വാട്ട് ഈസ് എ മോൺസ്റ്റർ ഹൈ ഡോൾ? ഹർ മദർ ആസ്ക്ഡ്. എന്താണ് മോൺസ്റ്റർ ഹൈ ഡോൾ എന്ന് പറഞ്ഞാൽ എന്ന് അമ്മ ചോദിക്കുന്നു. They are cool, Mom. They all have monster names like Frankenstein and Claudine Wolf, but I like Dracula. വീണ്ടും ഭയങ്കര റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ.
എന്താ പറഞ്ഞത്? അമ്മേ ഇത് ഭയങ്കര കൂളായിട്ടുള്ള സംഭവമാണ് ഈ പേടിപ്പിക്കുന്ന പ്രേതങ്ങളൊക്കെ, വളരെ കൂളാണ്. എന്താണ്? ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഫ്രാങ്ക്സ്റ്റീൻ ഉണ്ട്, ക്ലൗഡീൻ വുൾഫ് ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ആരെയാണ്? എനിക്ക് ഡ്രാക്കുലോറയാണ് എനിക്കിഷ്ടമായത് കേട്ടോ. ഷീ ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ. ഭയങ്കര നീളമുള്ള കറുത്ത മുടിയുണ്ട്. പിങ്ക് ബൂട്ട്സ്, പിങ്ക് കളർ ബൂട്ട്സ് ഉണ്ട്. പിന്നെ ആൻഡ് എ പെറ്റ് ബാറ്റ്, ഇനിയൊരു പെറ്റ് ബാറ്റും കൂടി ഉണ്ട്. ഐ ലവ് ഹർ ഔട്ട്ഫിറ്റ്സ്. എനിക്ക് അവളുടെ ഔട്ട്ഫിറ്റ്സ് എന്താണ്, ആ കോസ്റ്റ്യൂമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. റിപ്ലൈഡ് ഗ്രേസ്. എല്ലാം റിസർച്ച് ചെയ്തിട്ടുണ്ട്, അമ്മ ഇനി മേടിച്ച് തന്നാൽ മതി, ആ ലെവലില്ല. ഹൗ ഡു യു നോ അബൌട്ട് ദീസ് ഡോൾസ്? അപ്പോൾ പിന്നെ നിനക്കിതൊക്കെ എങ്ങനെ അറിയാം അല്ലേ? മദർ ആസ്ക്ഡ്, അമ്മ ചോദിച്ചു. മാഡി ടോൾഡ് മീ അബൌട്ട് ദം. ഇതൊക്കെ ഒരുത്തൻ എവിടെയോ ഇരുന്ന് ഇതെല്ലാം കണ്ട് പഠിച്ച് വന്നിട്ട് കൊച്ചിനെ ഇതൊക്കെ പറഞ്ഞ് ഇളക്കി വിട്ടേക്കും. ആരാണ്? മാഡി. വി വാച്ച്ഡ് സം ഓഫ് ദെയർ വീഡിയോസ് അറ്റ് മാഡീസ് ഹൗസ് ആൻഡ് വി ഈവൻ പ്ലേഡ് എ കമ്പ്യൂട്ടർ ഗെയിം. വെറുതെ ഒന്നുമല്ല, അവൻ കണ്ടിട്ട് വന്ന് പറഞ്ഞിളക്കിയതൊന്നുമല്ല, അവൻ വിളിച്ചുകൊണ്ട് പോയിട്ട് അവളെയും കൂടെ കാണിച്ചിളക്കിയിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു? അവൻ്റെ വീട്ടിൽ പോയിട്ട് അവരെ വീഡിയോസൊക്കെ കണ്ട്, മാത്രമല്ല ഞങ്ങൾ വീഡിയോ ഗെയിമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കളിച്ചു. പിന്നെ മം ഡ്രാക്കുലോറോ ഹാസ് ഹെർ ഓൺ വെബ്സൈറ്റ് സെഡ് ഗ്രേസ്. ഡ്രാക്കുലോറ എന്തും ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് വെബ്സൈറ്റും ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്ട് ഡു ദ ഡോൾസ് ഡു ഇൻ ദീസ് വീഡിയോസ്? ഈ വീഡിയോകളിലൊക്കെ ഡോൾസ് എന്തോന്നാ ചെയ്യുന്നേ? അമ്മയുടെ അത്ഭുതം. പ്രോബ്ഡ് ഹെർ മദർ. അമ്മ ഒന്ന് അന്വേഷിച്ചു, അറിഞ്ഞിരിക്കണമല്ലോ. They put on makeup and write in their diaries. They all go to Monster High together. Grace replied. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ നല്ല അടിപൊളിയായിട്ട് put on to wear അല്ലേ, നന്നായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ അനുഭവങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡയറിയിലൊക്കെ എഴുതുന്നുണ്ട്. എവിടുത്തെ അനുഭവങ്ങളാണ്? മോൺസ്റ്റർ ഹൈയിലെ അനുഭവങ്ങൾ. എന്താ അത്? ഒരു ഇമാജിനറി സ്കൂളാണ്. നമ്മൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സൊക്കെ പഠിക്കുന്ന ഒരു ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ, അവരാണല്ലോ ഈ ക്യാരക്ടേഴ്സ്. അവരുടെ ഇമാജിനറി സ്കൂളാണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന മോൺസ്റ്റർ ഹൈ എന്ന് പറയുന്നത്. അവിടുത്തെ അനുഭവങ്ങളും ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡയറിയിൽ എഴുതുന്നുണ്ട്. പിന്നെ അവർ നന്നായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് റെഡിയാവുന്ന കുട്ടികളാണ്. ഓൺ ദ നെക്സ്റ്റ് ട്രിപ്പ് ടു ആ ഷോപ്പിംഗ് മോൾ നിയർ ബൈ, Grace spotted a display of Monster High dolls in one of the aisles and shrieked, "Mom, can I have one please?" അപ്പോൾ ഇനി ഷോപ്പിംഗ് മോളിലോട്ട് പോയി. കഷ്ടകാലത്തിന് അമ്മ എന്ത് ചെയ്തു? കുട്ടിയെ കൊണ്ടൊക്കെ പോയി. അപ്പോൾ ഗ്രേസ് എന്ത് കണ്ടു? ഒരു മോൺസ്റ്റർ ഹൈ ഡോൾസ് കണ്ടു. എവിടെ? നമ്മൾ ഓരോ ഷെൽഫിൻ്റെയൊക്കെ ഇങ്ങനെ വഴികളുണ്ടല്ലോ, അതിൻ്റെ ഏതോ ഒരിടത്തുകൂടി ഇങ്ങനെ നോക്കിയപ്പോൾ എന്ത് കണ്ടു? ഈ സംഭവം അവിടെ ഇരിക്കുന്നത് കണ്ടു. അമ്മേ എനിക്കതൊരെണ്ണം പ്ലീസ് എന്ന് പറഞ്ഞ് വന്നു. ഗ്രേസ് മം ചെക്ക് ദ പ്രൈസ് ആൻഡ് റിലക്റ്റൻ്റ്ലി പുട്ട് വൺ ഓഫ് ദി ഡോളർ എത്രയെന്ന് കണ്ടോ? $21.99 ഡോൾസ് ഇൻ ടു ദി ഷോപ്പിംഗ് കാർട്ട്. അപ്പോൾ കാർട്ട് നമ്മളിങ്ങനെ സംഭവമായിട്ട് ഉരുട്ടിക്കൊണ്ടൊക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ ആദ്യം നമ്മളെന്ത് പ്രോഡക്റ്റ് എടുത്താലും, ഇപ്പം ഞാനാണെങ്കിൽ പോലും പിള്ളേരെന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? വിലയൊക്കെ നോക്കും. പിള്ളേർ പറയുന്നതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് നോക്കിയിട്ട് നമുക്ക് ഒക്കുമെങ്കിൽ മാത്രമേ നമ്മളെടുത്ത് അതിനകത്തോട്ടിടത്തുള്ളൂ അല്ലേ. ഇതിപ്പോൾ എത്ര ഡോളർ ഉണ്ട്? $21.99 ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും മേടിച്ചേ പറ്റൂ. അപ്പോൾ അതെടുത്ത് മടിച്ച് എന്ത് ചെയ്തു? അതിനകത്തേക്ക് എടുത്ത് ഇട്ടു, കാർട്ടിലേക്ക് ഇട്ടു. Along with millions of other parents, she caved into what has been called the knack factor in the world of advertising. ആദ്യം മനസ്സിലാക്കേണ്ടത് നാക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാക്ക് ഫാക്ടർ ഈസ് ദ ടെൻഡൻസി ഓഫ് ചിൽഡ്രൻ ടു റിപ്പീറ്റഡ്ലി ആസ്ക് ഫോർ പ്രോഡക്ട്സ് ദാറ്റ് ആർ അഡ്വർടൈസ്ഡ് ടു ദം. എന്താണ് നാക്ക് ഫാക്ടർ എന്ന് വെച്ചാൽ? കുട്ടികളുടെ മുന്നിൽ കുറേ പരസ്യങ്ങൾ വരും, അതിൽ കുറേ പ്രൊഡക്ട്സും കാണും. അവരെന്ത് ചെയ്യും? വീട്ടിലുള്ളവർ അമ്മയും അച്ഛനെയൊക്കെ അത് മേടിച്ചാൽ പരസ്യം ആ സമയത്ത് നമ്മളെ പിടിച്ചിരുത്തിയിരിക്കും. അത് നോക്ക്, അതെനിക്ക് വേണം, അത് വാങ്ങിച്ചു ഇങ്ങനെ പറയുന്ന ഇതിനെയാണ് നമ്മൾ നാക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തതിലൂടെ ഈ കുട്ടിയുടെ അമ്മയും എന്തായി തീർന്നു? ഈ നാക്ക് ഫാക്ടറിൽ വീഴുന്ന ഒരു അമ്മയായി മാറി അല്ലേ. മറ്റ് ഒരുപാട് മില്യൺസ് ഓഫ് പേരൻസ് ഉണ്ട് അങ്ങനെ. അതിൽ ഒരാൾ തന്നെ ആര് മാറി? ഈ അമ്മയും മാറി. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ബില്യൺസ് ആർ സ്പെൻഡ് എവറി ഇയർ ഓൺ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് ടു ചിൽഡ്രൻ. ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം,
ഈ അഡ്വർടൈസ്മെൻറ്റിനും മാർക്കറ്റിങ്ങിനുമൊക്കെ കുട്ടികളുടെ അടുത്ത് എത്തിക്കുന്നതിനും അഡ്വർടൈസ്മെൻറ്റിനുമൊക്കെ ആയിട്ട് മാത്രം ബില്യൻസ് ആണ് ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. എമൗണ്ടാണ് ബില്യൻസ് ആണ് സ്പെൻഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 3 times ദ അമൗണ്ട് സ്പെൻഡ് ജസ്റ്റ് 20 years ago. 20 വർഷം മുമ്പ് എത്ര സ്പെൻഡ് ചെയ്തിരുന്നോ അതിന് 3 ഇരട്ടിയാണ് ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. മാർക്കറ്റേഴ്സ് ആർ പേയിങ് മോർ അറ്റൻഷൻ ടു യങ് കൺസ്യൂമേഴ്സ് ദീസ് ഡേയ്സ് ഫോർ അറ്റ്ലീസ്റ്റ് 3 reasons. അപ്പോൾ യങ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ, സാധനം വാങ്ങുന്ന ആൾക്കാരെയാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്? ഈ മാർക്കറ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അതിന് 3 കാരണങ്ങളുണ്ട്. എന്താണ്? ഫസ്റ്റ്, ചിൽഡ്രൻ ടുഡേ ഹാവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ദെയർ ഓൺ മണി ടു സ്പെൻഡ്. ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടല്ലേ, അത് സ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ അവർക്കും ഏകദേശമൊക്കെ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് അവർക്ക് പൈസ കിട്ടുന്നത്? ശരിക്കും അവർ എന്തെങ്കിലുമൊക്കെ വീട്ടുപണി ചെയ്യും, ഇല്ലെങ്കിൽ എന്തും ചെയ്യും, ബന്ധുക്കളൊക്കെ പൈസ കൊടുക്കും, അതൊക്കെ ആയിരിക്കാം കേട്ടോ. ചിൽഡ്രൻ സ്പെൻഡിങ് പവർ ഹാസ് സ്റ്റെഡ്ലി റൈസൻ ഓവർ ദി ഇയേഴ്സ്. കുട്ടികൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നു എന്നുള്ളതല്ല, അവരുടെ കയ്യിലിരിക്കുന്ന പണം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ എങ്ങനെയായിരിക്കുകയാണ്? പവർ ഇപ്പോൾ ഒരുപാട് കൂടിയിരിക്കുകയാണ്, റൈസ് ആയിരിക്കുകയാണ്. Much of this increase comes from children earning more money for household chores and receiving more money from relatives on holidays. കണ്ടോ, കുട്ടികളുടെ കയ്യിൽ കൂടുതൽ പൈസ എങ്ങനെയാണ് കിട്ടുക? എന്തെങ്കിലും ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ ചെയ്യും, പിന്നെ വേറെ എന്ത് ചെയ്യും? ബന്ധുക്കളൊക്കെ അവധിക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാശൊക്കെ കൊടുക്കും. ഇതൊക്കെ ഇവരെന്ത് ചെയ്യും? നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ വല്യച്ഛനോ അല്ലെങ്കിൽ നമ്മളെ അമ്മാവനോ ഒക്കെ വന്നിട്ട് ഓണത്തിനോ എന്തെങ്കിലും വിശേഷത്തിന് വരുമ്പോൾ നമ്മുടെ എന്തെങ്കിലും തന്നിട്ട് പോയാൽ അവർ പോകുമ്പോഴേക്കും നമ്മളതുപോലെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൊടുക്കും. ഇപ്പോഴത്തെ പിള്ളേർ എന്താ ചെയ്യുക? അവർക്ക് കിട്ടിയ പൈസയാണെന്ന് പറഞ്ഞാൽ അവർ സൂക്ഷിച്ച് വെക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും പർച്ചേസിന് മുമ്പ് അവരെ പൈസയും കൊണ്ട് അവർ വരും, അത് അവർ സ്പെൻഡ് ചെയ്യുന്നു അല്ലേ? അങ്ങനെയാണ് ഇപ്പം മിക്കവാറും വീടുകളിൽ നടക്കുന്നത്, അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ പൈസ കൂട്ടി വെച്ചിട്ട് അവരേതെങ്കിലും വലിയൊരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ടായിരിക്കും, അതിനുള്ള തുക ആക്കി വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അത് വാങ്ങിക്കും. ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലേ? ആസ് മൈറ്റ് ബി എക്സ്പെക്റ്റഡ്, ടീൻസ് സ്പെൻഡ് ഈവൻ മോർ ദാൻ യങ്ങർ ചിൽഡ്രൻ ഓൺ സച്ച് പ്രൊഡക്ട്സ് ആസ് ക്ലോത്ത്സ്, ക്യാൻഡി, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് മ്യൂസിക്. അപ്പോൾ ഈ കുട്ടികൾ, ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അവരെക്കാൾ കൂടുതൽ ഈ പൈസകൾ സ്പെൻഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ടീനേജിലുള്ള കുട്ടികൾ തന്നെയാണ് അല്ലേ? എന്തൊക്കെ വാങ്ങിക്കാൻ? വസ്ത്രമായിക്കോട്ടെ, ക്യാൻഡി, സ്വീറ്റ് ഐറ്റംസ് ആയിക്കോട്ടെ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അറിയാമല്ലോ നമ്മൾ കുടിക്കുന്ന ചെറിയ ഡ്രിങ്കുകളുണ്ടല്ലോ, പാക്കറ്റഡ് ഫുഡ്സ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ മ്യൂസിക്കിന് വേണ്ടിയൊക്കെ പർച്ചേസിങ്ങൊക്കെ ചെയ്യുന്ന ആര് തന്നെയാണ്? ടീനേജേഴ്സ് തന്നെയാണ്. ഇനി ഫസ്റ്റ് കഴിഞ്ഞു, 3 റീസൺസ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഫസ്റ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് നോക്കൂ. സെക്കൻഡ്, ഇൻ അഡീഷൻ ടു സ്പെൻഡിങ് ദെയർ ഓൺ മണി, യങ് പീപ്പിൾ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ ഫ്രം ആൻ ഏർലി ഏജ്. ഇനി എന്താണ്? നമ്മുടെ സ്വന്തം പൈസ, കുട്ടികളുടെ സ്വന്തം പൈസ അവർ സ്പെൻഡ് ചെയ്യുന്നത് കൂടാതെ യങ് പീപ്പിൾ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ ഫ്രം ആൻ ഏർലി ഏജ്. നമ്മുടെ വീട്ടുകാർ എങ്ങനെയാണ് പണം ചിലവാക്കുന്നത്? നമ്മുടെ വീട്ടുകാരും ഉപഭോക്താക്കളാണല്ലോ. അവരുടെ ആ ഒരു രീതിയെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലും കണ്ട് പഠിക്കുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവരൊന്ന് സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെ? നോക്കൂ. ചിൽഡ്രൻ ഗിവ് ഡിറക്ഷൻസ് ടു ഡെയിലി ഹൗസ് ഹോൾഡ് പർച്ചേസസ് സച്ച് എസ് സ്നാക്സ്, സെറൽസ്, ടൂത്ത് പേസ്റ്റ് ആൻഡ് ഈവൻ സോപ്പ് ആൻഡ് ഷാമ്പു അല്ലേ? നമ്മൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യും? ഇതിനെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ കൂടെ കടകളിലോട്ട് കൊണ്ടുപോകും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യാനായിട്ട് ഓരോ സാധനങ്ങൾ നോക്കുമ്പോൾ ഈ കൂടെ വന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും? അതിടമേ അല്ലെങ്കിൽ ഇതിടച്ചാന്നും പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളെയും കൂടെ കൺഫ്യൂഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യിപ്പിക്കും. അപ്പം നമ്മുടെ ഒരു കൺസ്യൂമറിൻ്റെ ആ ഒരു നമ്മുടെ ബിഹേവിയറിൽ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ഇൻഫ്ലുവൻസുകൾ ചെറിയ പ്രായത്തിലേ വരുത്തി വയ്ക്കുന്നുണ്ട്. As they get older, teens often voice opinions on the type of car to buy, new media equipment and even where to go on vacation. ഇതുങ്ങളൊക്കെയാണല്ലോ നാളെ വലുതായി വരുന്നത്. ഇപ്പോഴേ അഭിപ്രായം പറഞ്ഞിട്ട് ഇതുങ്ങൾ വലുതാകുമ്പോൾ എന്തോ പറയും? നമ്മൾ എന്തെങ്കിലും ഒരു കാറ് വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ ഇവർ ഒരു അഭിപ്രായം പറയും. അല്ലെങ്കിൽ വെക്കേഷൻ ഒരു സ്ഥലത്ത് നമ്മൾ ഊട്ടി മതി, പറ്റത്തില്ല, കുളു മണാലി എന്ന് ഇവർ പറയും. അതുപോലെ എന്തും ചെയ്യും? നമ്മൾ എന്തെങ്കിലും ഒരു ടി വി, നമുക്കൊരു സാധാരണ ഒരു ടി വി ഇന്നത് മേടിക്കാം, ഇത്ര ഇഞ്ചിൻ്റെ മതി. അപ്പോൾ ഇവരെന്ത് ചെയ്യും? പറ്റൂല, ഞങ്ങൾക്ക് ഹോം തിയേറ്റർ ഇത്ര വലുതാണ്. അങ്ങനെ നമ്മളെന്ത് ചെയ്യും? കൊച്ചിലേ ഇവർ പറഞ്ഞത് കേട്ട് ശീലിച്ചുകൊണ്ട് അതങ്ങ് സമ്മതിച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വായും വെച്ച് ബഹളവും വെച്ച് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ചെവിയും തലയും കേൾക്കണമെന്ന് പറഞ്ഞ് നമ്മളങ്ങ് സമ്മതിച്ച് കൊടുക്കും.
ഇനി മൂന്നാമത്തേത്, തേർഡ്, മാർക്കറ്റേഴ്സ് റെക്കഗ്നൈസ് ദാറ്റ് ദ ചിൽഡ്രൻ ഓഫ് ടുഡേ റെപ്രസെൻറ്റ് ദി അഡൽട്ട് കൺസ്യൂമേഴ്സ് ഓഫ് ടുമോറോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇവർക്ക് എന്തറിയാം? എന്താണ് ഈ മീഡിയക്കാർക്കല്ല അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നടത്തി ഇങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്ന ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തറിയാം? ഇന്നത്തെ കുട്ടികളാണ് നാളെ വലുതായി വരുന്നത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നാളെ ഇവരെന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ കൂടെ വരുന്നവരാണ്, നമ്മൾ കൺസ്യൂമേഴ്സും അവർ കൂടെ വരുന്നതും, നാളെ അവരായി മാറും എന്ത്? കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇവരുടെ ആ ഒരു, ഇപ്പം നമുക്ക് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ സോപ്പ്, ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്ന സോപ്പാണ്. സോപ്പിൽ നമ്മൾ കുറേ നാളായിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ആ പ്രൊഡക്റ്റ്, ആ കമ്പനി, ആ ബ്രാൻഡ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ. കുഞ്ഞുനാളിലേ നമ്മൾ ആ ഒരു ബ്രാൻഡ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആയിപ്പോയി. കുഞ്ഞുനാളെന്ന് വെച്ചാൽ തീരെപ്പൊടിയല്ല, ഒരു ടീനേജ് ആ ഒരു സമയം, അല്ലെങ്കിൽ നമ്മളെന്താ ഫാഷനിലോട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ടൈം മുതൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ആരംഭിക്കും. പിന്നീട് നമ്മുടെ അമ്മയടുത്ത് പറഞ്ഞാലും അച്ഛനോട് പറഞ്ഞാലും എനിക്ക് ഇന്ന ബ്രാൻഡ് മതി അമ്മേ എന്ന് പറഞ്ഞു വിടും. പിന്നീടും എന്ത് തന്നെയാവും? ഇപ്പം ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലേ ഉണ്ടായിരുന്നതാണ് ഷിങ്കാർ, ഐടെക്സ്, ഈ 2 കമ്പനികൾ. ഇപ്പോഴാണെങ്കിലും ഷിങ്കാറിൻ്റെയും ഐടെക്സിൻ്റെയും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ, കൺമഷി ആയിക്കോട്ടെ പൊട്ടായിക്കോട്ടെ, അതുണ്ടെങ്കിൽ ഞാനൊക്കെ ഇപ്പോഴും അങ്ങോട്ട് നോക്കും. അതിനേക്കാൾ നല്ല നല്ല ബ്രാൻഡ്സ് ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ഒരു ബ്രാൻഡ് അങ്ങ് ആയിപ്പോയി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡ്സ് നമ്മളെ കുഞ്ഞുനാളിലെ നമ്മുടെ ഉള്ളിലാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നാളെ കൺസ്യൂമർ ആകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മളെ കൊച്ചിലെ ടീനേജിലേ നമ്മളെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്രാൻഡ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തരുന്നുണ്ട്. ശരിക്കും ഇപ്പോഴാണ് അവരുടെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? ആൻഡ് ദീസ് പ്രിഫറൻസസ് ഓഫൺ പേഴ്സിസ്റ്റ് ഇൻ ടു അഡൾട്ട്ഹുഡ്. ഉണ്ടാവും ഈ ഒരു പ്രിഫറൻസ്, നമ്മൾ കുട്ടിയിൽ കൊടുക്കുന്ന ആ ഒരു പ്രിഫറൻസ് നമ്മുടെ അഡൾട്ട് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. മെനി കമ്പനീസ് എൻഗേജ് ഇൻ ക്രാഡിൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ് ടു കൾട്ടിവേറ്റ് കൺസ്യൂമർ അലിജിയൻസ് അറ്റ് എ വെരി ഏർലി ഏജ്. കൊള്ളാം. എന്താണ്? ഒരുപാട് കമ്പനീസിന് എന്തുണ്ട്? ബർത്ത് മുതൽ ഗ്രേവ് വരെ, നമ്മൾ മണ്ണിലടിയുന്ന നമ്മുടെ ശവക്കല്ലറ വരെയുള്ള നമ്മുടെ പ്രൊഡക്ട്സ്, നമ്മളവിടെ എത്തുന്നിടം വരെ, അതായത് ജനനം മുതൽ മരണം വരെ നമ്മൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ കൊണ്ടുവരുന്നുണ്ട്, അല്ലേ? അതിനെ എന്തെന്ന് പറയും? നമ്മുടെ കസ്റ്റമേഴ്സ് അവരോട് എന്ത് ചെയ്യും? അലിജൻസ് കാണിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? കൂറ് കാണിക്കും, അല്ലേ? നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനോട് കൂറ് കാണിക്കും. അപ്പോൾ നമ്മൾ ജനിച്ച കാലം തൊട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് തന്നെ നമ്മൾ മരണം വരെയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് കമ്പനികൾക്കും അങ്ങനെ ഒരു ഇതും ഉണ്ട്. എന്തുകൊണ്ട്? ഒരുപാട് കമ്പനികൾക്കും ഈ ഒരു സംഭവം ഉണ്ട്, ക്രാഡിൽ ടു ഗ്രേവ് എന്നുള്ള മാർക്കറ്റിംഗ് ഉണ്ട്, കേട്ടോ. ഇനി marketers have developed sophisticated strategies like the use of sound effects, bright colors, jingles, animated characters and a variety of other production techniques to target young consumers. ഇനി മാർക്കറ്റേഴ്സ് വളരെ സങ്കീർണമായ സ്ട്രാറ്റജീസ് അറിയാലോ, ഓരോരോ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഐഡിയകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സൗണ്ട് എഫക്ട്സ് ഉള്ളത്, ബ്രൈറ്റ് കളേഴ്സ് ഉള്ളത്, പിന്നെ കിലുങ്ങുന്നത്, അതുപോലെ ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ്, അങ്ങനെ വെറൈറ്റി പ്രൊഡക്ഷൻ ടെക്നിക്സ് കൊണ്ടുവരുന്നുണ്ട്. എന്തിനാ? യങ് കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഫാക്ട് ആഡ്സ് ആർ ടിപ്പിക്കലി ലൗഡർ ഇൻ വോളിയം ദാൻ ദ പ്രോഗ്രാംസ് ദേ അക്കമ്പനി. അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ടി വിയിലൊരു സിനിമ ഇങ്ങനെ കണ്ട് വളരെ ചെറിയ ഡയലോഗുകളൊക്കെ ആയിരിക്കാം, അല്ലേ? ഇപ്പം നമ്മുടെ ബിജു മേനോനൊക്കെ പറഞ്ഞ ഡയലോഗാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അനൂപ് മേനോൻ അവരുടെയൊക്കെ ഡയലോഗ്സ്, അതൊക്കെ നമ്മളിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും പരസ്യം വരുന്നത്. നമ്മൾ അതുവരെ ഇട്ടിരിക്കുന്ന വോളിയം ചിലപ്പോൾ 18 ആയിരിക്കും. പരസ്യം ആ 18 ആകുമ്പോഴത്തേക്കിനും ഒരു 35ൻ്റെ എഫക്റ്റിൽ അങ്ങ് വരും, അല്ലേ? നമ്മുടെ സിനിമയെക്കാളും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രോഗ്രാമിനെക്കാളും ഒക്കെ ഭയങ്കര വോളിയത്തിലായിരിക്കും പരസ്യം വരുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാണ്? എല്ലാം അട്രാക്റ്റ് ചെയ്യാനാണ് മക്കളെ. Magazines contain glossy full-page ads promoting clothes, shoes and beauty products. ഇനി കുറേ മാഗസീൻസ് ഈവൻ പത്രത്തിൽ വരുന്നുണ്ട്, അല്ലേ? ഇപ്പം നമ്മുടെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഫെസ്റ്റിവൽ അതൊക്കെ വരും, അല്ലേ? ഇപ്പം തന്നെ പത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, എന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ടൈം. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഓരോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് പോലും എന്ത് ചെയ്യും? വ്യക്തമായിട്ട് പിക്ചർ, കളർ പിക്ചറും ബ്രാൻഡിൻ്റെ പേരും എല്ലാം റേറ്റും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുവിധം നമ്മുടെ പത്രത്തിൽ വരാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഓരോ എന്താണ് ഓണത്തിനും ന്യൂ ഇയർ, ക്രിസ്മസ്, ഇതിൻ്റെയൊക്കെ ഓഫറുകൾ വരുമ്പോൾ പ്രൊഡക്റ്റ്, അതിൻ്റെ റേറ്റ്, കാര്യങ്ങൾ, കളർ പിക്ചർ സഹിതം എല്ലാത്തിലും വരുന്നുണ്ട്. പത്രങ്ങളിൽ വരെ വരുന്നു. പിന്നെയാണോ മാഗസീൻസിൻ്റെ കാര്യം? വെബ്സൈറ്റ്സ് ദാറ്റ് ടാർഗറ്റ് ചിൽഡ്രൻ
ഫ്യൂച്ചർ ഓൾ കൈൻഡ്സ് ഓഫ് അഡ്വർടൈസിങ്. ഇനി എന്തുകൊണ്ട്? വെബ്സൈറ്റുകളുണ്ടല്ലേ, കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്സ്. അതിലെന്തുകൊണ്ട്? അതിൽ എല്ലാ തരത്തിലുമുള്ള അഡ്വർടൈസിങ്ങും അതിനകത്ത് ഉണ്ട്. ഓൾ ദീസ് ടെക്നിക്സ് ആർ ലൈക്ലി ടു ക്യാപ്ചർ ദി അറ്റൻഷൻ ഓഫ് യങ്ങർ ചിൽഡ്രൻ. ഇതെല്ലാം എന്തിനു തന്നെയാണ്? യങ്ങർ ചിൽഡ്രൻ്റെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാനായിട്ട്, പിടിച്ചെടുക്കാനായിട്ടാണ്. ബൈ ഫാർ ദ ഏർലിയസ്റ്റ് വേ ടു റീച്ച് യങ് പീപ്പിൾ ഈസ് ടെലിവിഷൻ. നേരത്തെയൊക്കെ എന്തായിരുന്നു? ടെലിവിഷൻ മതിയായിരുന്നു നമ്മുടെയൊക്കെ അട്രാക്ഷൻ ഇങ്ങനെ പിടിച്ചെടുക്കാനായിട്ട്. ബട്ട് മാർക്കറ്റേഴ്സ് ആർ എക്സ്പ്ലോറിംഗ് ന്യൂ വേസ് ടു റീച്ച് യങ് കൺസ്യൂമേഴ്സ് ത്രൂ ഓൺലൈൻ സോഴ്സസ് ആൻഡ് ത്രൂ പേഴ്സണൽ ഹാൻഡിൽഡ് ഡിവൈസസ് സച്ച് ആസ് ഐപാഡ്സ് ആൻഡ് സെൽഫോൺസ്. എന്താണ്? പണ്ട് ഇങ്ങനെയൊക്കെ മതി, ടി വിയിലൂടെ മതിയായിരുന്നു. ഇപ്പോഴെന്താണ്? മാർക്കറ്റേഴ്സിന് പല മാർഗ്ഗങ്ങൾ അറിയാം. നമുക്ക് എന്തുകൊണ്ട്? നമുക്ക് പേഴ്സണൽ ഡിവൈസസ് ഉണ്ടല്ലേ, ഐപാഡ്. മിക്കവാറും പിള്ളേർക്ക് ഐപാഡുണ്ട്, മൊബൈൽ ഫോണുണ്ട്. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പരസ്യങ്ങൾ കുട്ടികളിലേക്ക്, യങ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിലേക്ക് അവരെത്തിക്കുന്നു. Another concern is whether advertising contributes to a preoccupation with physical appearance, especially among adolescents. ഇനി അഡോളസെൻ്റ് ആയിട്ടുള്ള ഏജിൽ ഉള്ള ഒരാൾക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നം വരുന്ന ഒരു സാഹചര്യമാണ് എന്താണ്? ഫിസിക്കൽ അപ്പിയറൻസ്. നമ്മുടെ പ്രൊഡക്റ്റ് അവതരിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്ഫിറ്റ്സൊക്കെ നമുക്ക് കാണിച്ചു തരാനായിട്ട് ഒരു മോഡലിനെ കാണിക്കും അല്ലേ? അപ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കാം? വളരെ ആ ഒരു പ്രൊഡക്റ്റിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ എന്ന് നമുക്ക് തോന്നുന്ന ബോഡി ലാംഗ്വേജ് ആയിരിക്കാം. നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും വ്യത്യാസമായിരിക്കാം. ഈവൻ സ്കിൻ ടോൺ പോലും അവരുടേത് കുറേ കൂടി ഫെയർ ആയിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് എന്തിനു വേണ്ടി ഇവർ എടുക്കുന്നത്? അഡ്വർടൈസിന് വേണ്ടി ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രീ ഒക്കുപ്പേഷൻ, നമ്മൾ അതിൽ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും, യോ ഇതെന്താണ് എന്നുള്ളത്. നമ്മൾക്കപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഒട്ടും റെഡിയല്ല, അല്ലെങ്കിൽ അതാണ് നല്ലത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് നമ്മൾക്ക് എന്തുണ്ടാക്കും? ഉറപ്പായും അത് നമ്മളിൽ വിഷമമുണ്ടാക്കും. എൻ്റെ ഈ ഒരു ബോഡി ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം മോശമാണ് എന്നൊരു ചിന്ത ഈ അഡോളസെൻ്റ് ഏജിലേ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് തരും. ഇങ്ങനെ ആകണം, ഇതാണ് കറക്റ്റ്, ഇതാണ് നമ്മുടെ മോഡൽ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നങ്ങ് വയ്ക്കും അല്ലേ? അതൊരു നല്ല രീതിയാണോ? അല്ല. ടീൻ മാഗസിൻസ് ആർ റൈഫ് വിത്ത് ആഡ് ഫീച്ചറിങ് തിൻ അട്രാക്റ്റീവ് മോഡൽസ്. കണ്ടോ? ടീൻ മാഗസിൻസിൻ്റെ പ്രത്യേകത എന്താണ്? അത് എൻറിച്ച്ഡ് ആണ്. എന്താണ് റൈഫ് വിത്ത് എന്ന് വെച്ചാൽ എൻറിച്ച്ഡ് വിത്ത് എന്നുള്ള അർത്ഥം തന്നെയാണ്. നിറഞ്ഞിരിക്കുന്നു. എന്തുമായിട്ട്? ഫീച്ചറിങ് ആയിട്ടുള്ള തിൻ അട്രാക്റ്റീവ് മോഡൽസ്. അതാണ് പറഞ്ഞത്. തിന്നായിരിക്കും, മെലിഞ്ഞവരായിരിക്കും, അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽസാണ് അതിലൊക്കെ വരുന്നത്. Adolescents and college students compare their physical attractiveness to that of models featured in advertising. കണ്ടോ? ഈ അഡോളസൻസ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെ പോലെ വേണം എന്നൊരു ചിന്ത അവരുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടാകും. അപ്പം നമുക്ക് നമ്മുടെ ബോഡി ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇല്ല. ലുക്കിംഗ് അറ്റ് ആഡ്സ് ഫീച്ചറിങ് ഹൈലി അട്രാക്റ്റീവ് മോഡൽസ് ക്യാൻ അഫക്റ്റ് വൺ സെൽഫ് എസ്റ്റീം ആൻഡ് ബോഡി ഇമേജ്. കണ്ടോ? നമ്മുടെ ഒരു കോൺഫിഡൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യും? ഭയങ്കരമായി അത് ബാധിക്കും അല്ലേ? അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനോ മറ്റുള്ളവർ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനോ നമ്മൾക്ക് എന്ത് വരില്ല? ഒരു കോൺഫിഡൻസ് വരില്ല. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ ഈ വസ്ത്രം ധരിച്ച ആ മോഡലിനെയാണ് നമ്മൾക്ക് ഓർമ്മ അല്ലേ? നമ്മുടെ ഉള്ളിൽ ആരാണ് നല്ല സുന്ദരി? ആ മോഡലാണ്. നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനോ നമുക്ക് പറ്റാതെ വരും. Adolescents seem even more conscious of brand names as well as the latest fads in clothing and technology. എന്താണ് അഡോളസൻസിൻ്റെ പ്രത്യേകത? എന്ത് തന്നെയാണ്? ബ്രാൻഡ് ആയിട്ടുള്ള നെയിം, ബ്രാൻഡഡ് ആയിട്ടുള്ള, നമുക്ക് തന്നെ അറിയാം ഷർട്ട്സിൽ ഓരോ ബ്രാൻഡുണ്ട്, നമുക്കൊക്കെ അറിയാം ചുരിദാറിൽ ബ്രാൻഡുണ്ട്, ഓരോന്നിനും ബ്രാൻഡ്സ് ഉണ്ടല്ലേ? അതിനെ അങ്ങ് ഭയങ്കരമായിട്ട് ഭ്രമിച്ചങ്ങ് വിശ്വസിക്കും. Where does all this consumer desire come from? അപ്പോൾ ഈ ഒരു കൺസ്യൂമർ ഡിസയർ, ഈ ഒരു ബ്രാൻഡാണ് നല്ലത്, ഇതിൻ്റെതാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ബ്രാൻഡ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആയിപ്പോയി, ഇതെവിടെ നിന്ന് വന്നു? വെൻ ആസ്ക്ഡ്, ചോദിച്ചാൽ most children report that they bought something because you see it a lot or everybody has one. കണ്ടോ? ഇത് എവിടുന്ന് നമ്മുടെ ഉള്ളിൽ വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്തേ ഉള്ളൂ? നമ്മളത് എപ്പോഴും കാണുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഉണ്ട്. ഇതാണ് എൻ്റെ ഉത്തരം. ഈ ഒരു ബ്രാൻഡിൻ്റെ പേരെങ്ങനെ വന്നു? ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മളിടുന്ന ഒരു ഷർട്ട് അല്ലെങ്കിൽ നമ്മളിടുന്ന ഒരു വാച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്,
ഈവൻ ബുക്കുകളിൽ പോലും ഉണ്ടല്ലോ, നമ്മൾ മേടിക്കുന്ന ബുക്ക് ഇന്ന ബ്രാൻഡ് അതെന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്നു? അതിൻ്റെ പരസ്യമാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നു അതാണ്. അപ്പോൾ അതാണ് നമ്മുടെ നെസസിറ്റിയിൽ, നമുക്കതാണ് ആവശ്യം എന്ന് നമ്മുടെ ഉള്ളിലങ്ങ് ആയിപ്പോയി. അതിനോടൊപ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നു? ദാറ്റ് ഈസ് ഗുഡ്, അതാണ് ബെസ്റ്റ് എന്ന് നമ്മൾ ചിന്തിക്കും. Advertising often conveys the idea that a product will bring fun and happiness to a youngster's life. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്തും കൂടി കാണിക്കുന്നുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് സാധിക്കും, നമ്മുടെ ഉള്ളിൽ ഫണ്ണും ഹാപ്പിനെസ്സും ഒക്കെ ഒരു യങ്സ്റ്ററിൻ്റെ ലൈഫിൽ കൊണ്ടുവരും എന്നും കൂടി അഡ്വർടൈസ്മെൻറ്റിൽ വഴി നമ്മളങ്ങ് വിചാരിക്കുവാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഒന്നും വേണ്ട, നമ്മൾ ഹാപ്പിയാണ്, അതാണ് നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഉറവിടം എന്ന് നമ്മൾ തന്നെ അങ്ങ് വരുത്തി തീർക്കുകയാണ്. The use of a celebrity or a popular character to endorse a product in an ad is an extremely effective source of persuasion. നമുക്കറിയാം, ഒരു നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ അവകാശപ്പെടുന്ന പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിനോട് കൊണ്ടുവരുന്നത് ആരെയായിരിക്കും? വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയെ, അല്ലെങ്കിൽ വേറെ എന്തായിരിക്കും, പോപ്പുലർ ക്യാരക്ടറിനെ അല്ലേ. ഇപ്പം നമ്മുടെ ശക്തിമാൻ ഒരു പോപ്പുലർ ക്യാരക്ടറാണ്. അതുപോലെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, നിങ്ങളുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഒരു ബിസ്ക്കറ്റിൻ്റെ പരസ്യത്തിനൊക്കെ, ഒരു ലിറ്റിൽ സിംഗം അങ്ങനെ കണ്ടില്ലേ ആ പയ്യൻ്റെ പേര്, ഒരു പോലീസ് സ്റ്റേഷനിൽ പയ്യൻ വരുമല്ലോ, അവനൊക്കെ വന്ന് നിന്ന് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സിന് ഇതുപോലത്തെ ഫിഗർ അല്ലേ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോപ്പുലർ ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഇതുപോലെ കുട്ടികളുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും ഒക്കെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഫെയറി ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ എന്താണ്, സെലിബ്രിറ്റീസ്, നമ്മൾ വളരെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് പരസ്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും, നമ്മൾ അതിൻ്റെ പുറകെ പോകും. സൗന്ദര്യം നിങ്ങളെ തേടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ ആ പറഞ്ഞ ആളെ സൗന്ദര്യവാനായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കും, പിന്നെ തേടി വന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുണ്ട് കേട്ടോ, നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ആരെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഇതൊക്കെ വിശ്വസിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളത് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, കൺസ്യൂമേഴ്സ് കോർട്ടിലൊക്കെ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പെർസുവേഷൻ, പ്രേരണ. നമ്മളെ അതിൻ്റെ പറവേ നടത്തിക്കാൻ, അത് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇവരെയൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നത്. Teens perceive celebrities as more trustworthy, competent and attractive than non-celebrity endorsers. ഇനി സാധാരണക്കാരായിട്ടുള്ള എൻഡോസേഴ്സ് എന്താണ്, നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെക്കാട്ടി കൂടുതൽ ടീനേജിലുള്ള കുട്ടികൾ അട്രാക്റ്റഡ് ആവുന്നത് ആര് പറയുമ്പോഴാണ്? ഈ സെലിബ്രിറ്റികൾ വന്ന് പറയുമ്പോഴാണ്. അവരെയാണ് ഇവർക്കൊക്കെ ഇന്ന് വിശ്വാസം. Furthermore, the featuring of celebrities results in favorable evaluations of a product. കണ്ടോ? മാത്രമല്ല ഈ സെലിബ്രിറ്റീസൊക്കെ വന്നിരുന്ന് ഇത് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസമാണ് അല്ലേ, അവരിത് പറയുമ്പോൾ ഇതൊക്കെ ശരിയായിരിക്കാം എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്നു. അട്രാക്ഷൻ പോലെയല്ല, നമ്മുടെ വിശ്വാസം, ട്രസ്റ്റും കൂടി അവിടെ വരും. ഇൻ കൺക്ലൂഷൻ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? The influence of advertisement on adolescent consumer behavior is evident in their heightened awareness of brand names and the latest trends in clothing and technology. കണ്ടോ, നമുക്ക് മൊത്തത്തിൽ എന്ത് പറയാം മക്കളെ? അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അഡോളസെൻ്റ് കൺസ്യൂമേഴ്സിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. കാര്യം അവർ ബ്രാൻഡ് നെയിമും ലേറ്റസ്റ്റ് ട്രെൻഡ്സും അതുപോലെ ക്ലോത്തിങ്ങിലും ടെക്നോളജിയിലും ഒക്കെ ഉള്ള ബ്രാൻഡിൻ്റെ പേര്, ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ഇതൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉറപ്പായിട്ടും അവരെ അഡ്വർടൈസ്മെൻറ്റ് ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. Consumer desire, as expressed by most children, often stems from the extensive visibility of products and the glamour created by advertising, which promises fun and happiness. കണ്ടോ, കൺസ്യൂമറിൻ്റെ ആവശ്യം, ഡിസയർ, അവർക്ക് എന്ത് വേണമെന്നുള്ള അവരുടെ ആ ഒരു അങ്ങേയറ്റമുള്ള ആ ഒരു ആവശ്യം, ആസ് എക്സ്പ്രസ്ഡ് ബൈ മോസ്റ്റ് ചിൽഡ്രൻ, കൂടുതൽ കുട്ടികൾ അത് കാണിച്ചിട്ടുണ്ട്. അത് എന്താണ് കാണിക്കുന്നത്? എക്സ്റ്റെൻസീവ് വിസിബിലിറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഉണ്ടാവും ആ പ്രൊഡക്ട്സ് ഒരുപാട് തവണ, ഒരു വട്ടം കണ്ടാൽ നമുക്കതുകൊണ്ട് അട്രാക്ഷൻ വരില്ല. ഒരുപാട് തവണ അത് കണ്ട് നമ്മുടെ ഉള്ളിൽ അത് വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയെടുത്തു. ആൻഡ് ദ ഗ്ലാമർ ക്രിയേറ്റഡ് ബൈ അഡ്വർടൈസ്മെൻറ്റ്,
അഡ്വർടൈസിങ്. ഇനി എന്താണ് അഡ്വർടൈസ്മെൻറ്റ്? ഇങ്ങനെ കണ്ടു ചുമ്മാ ഒരു പ്രൊഡക്റ്റിനെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് അട്രാക്ഷൻ വരുമോ? ഇല്ല. അതിലൂടെ അവരെന്തും ഭയങ്കരമായിട്ട് അങ്ങ് ഗ്ലാമറായിട്ട് അതിനിങ്ങനെ ചിത്രീകരിച്ച് നമ്മുടെ മുന്നിൽ അങ്ങ് വയ്ക്കുവാണ്. വിച്ച് പ്രോമിസസ് ഫൺ ആൻഡ് ഹാപ്പിനെസ്. കണ്ടോ, വളരെ ഒരു അഡ്വർടൈസ്മെൻറ്റെങ്കിലും ഇങ്ങനെ വിഷമിച്ച് വന്നെന്ന് പറയാറുണ്ടോ? ഹേയ് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി വന്ന് ഹാപ്പി കളർഫുൾ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ഫണ്ണും ഹാപ്പിനെസ്സും ഒക്കെയാണ് ഇതിൽ കുട്ടികളെ അട്രാക്റ്റഡ് ആക്കുന്നത്. ഹിഡൻ പിറ്റ്ഫോൾസ് ലർക്ക് ബിഹൈൻഡ് ദ സീൻസ്. മക്കളെ, ശേഷം സ്ക്രീനിൽ എന്താണ് ഇതിൻ്റെ പറകിലുള്ള ചതിക്കുഴികളൊക്കെ, പതിയിരിക്കുന്ന കെണികളൊക്കെ ഇനി വരും, പുറവേ വരും. കേട്ടിട്ടില്ലേ? അങ്ങനെ സ്ലൈറ്റ്ലി അഡാപ്റ്റഡ്, കുറച്ച് അഡാപ്റ്റ് ചെയ്ത്. ഇനി ഒരുപാടുണ്ട് പറഞ്ഞു തരാനാണെങ്കിൽ മക്കളെ, ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ താങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ മിടുക്കരായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ തൊട്ട് പിറകെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എനിക്കൊരു പൊടി കുഞ്ഞുണ്ട്, അവരുടെ കുരുത്തക്കേടും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറച്ച് പിറകിലായി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.